പ്രിയമുള്ളവരെ, വചനജ്വാല 1457 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് 27 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജ്ഞാനം 16 അധ്യായം 15 മുതൽ 29 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. കന്മഴയും മന്നായും. അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് ഓടി ഒളിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അങ്ങയെ അറിയാൻ കൂട്ടാക്കാത്ത ധിക്കാരികൾ അങ്ങയുടെ ശക്തമായ പ്രഹരമേറ്റു. അവരെ അതിവൃഷ്ടിയും ഹിമവാതവും കൊടുങ്കാറ്റും പിന്തുടർന്നു. അഗ്നി അവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. എത്ര അവിശ്വസനീയം! എല്ലാറ്റിനെയും ശമിപ്പിക്കുന്ന ജലത്തിൽ അഗ്നി കൂടുതൽ ശക്തിയോടെ ജ്വലിച്ചു. പ്രപഞ്ചം നീതിമാന്മാർക്ക് വേണ്ടി പോരാടുമല്ലോ. അധർമ്മികൾക്കെതിരെ അയക്കപ്പെട്ട ജീവികൾ നശിക്കാതിരിക്കാനും ഇത് കണ്ട് തങ്ങളെ ദൈവത്തിന്റെ ശിക്ഷാവിധി പിന്തുടരുകയാണെന്ന് അവർ മനസ്സിലാക്കാനും വേണ്ടി ഒരു ഘട്ടത്തിൽ അഗ്നി അടങ്ങി. വീണ്ടും ഒരിക്കൽ അധർമ്മം നിറഞ്ഞ ദേശത്തെ വിളവ് നശിപ്പിക്കാൻ ജലമധ്യത്തിൽ അഗ്നിയെക്കാളും തീക്ഷ്ണമായി ജ്വലിച്ചു. അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി. അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യകരമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അങ്ങ് അവർക്ക് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. ഭക്ഷിക്കുന്നവന്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഹിമവാതത്തിൽ ആളിക്കത്തിയതും വർഷധാരയിൽ ഉജ്ജ്വലിച്ചതുമായ അഗ്നി ശത്രുക്കളുടെ വിള നശിപ്പിച്ചെന്ന് അവർ അറിയാൻ തക്ക വിധം മഞ്ഞുകട്ടിയും അഗ്നിയിൽ ഉരുകയില്ല. നീതിമാന്മാരെ പോറ്റി രക്ഷിക്കാൻ അഗ്നി സുഗുണം മറന്നു. സൃഷ്ടാവായ അവിടുത്തെ സേവിക്കുന്ന സൃഷ്ടി അധർമ്മികളെ ശിക്ഷിക്കാൻ വെമ്പൽ കൊള്ളുകയും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവരോട് കരുണ കാണിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സര മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്നു. അങ്ങയുടെ ഔദാര്യത്തെ അത് വെളിപ്പെടുത്തി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർക്കാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിന്റെ വിജ്ഞാപനമായിരുന്നു. കൃതജ്ഞന്റെ പ്രത്യാശ ശീതകാലത്തെ മൂടൽ മഞ്ഞ് പോലെ ഉരുകും. ഉപയോഗശൂന്യമായ ജലം പോലെ ഒഴുകിപ്പോകും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ മോനിക്ക പുണ്യവതിയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. മോനിക്ക ആഫ്രിക്കയിൽ കാർത്തേജിൽ ഒരു ക്രിസ്തീയ ഭക്ത കുടുംബത്തിൽ 332 ജനിച്ചു. ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിക്കുകയും ചെയ്തു. എങ്കിലും വിവാഹം കഴിച്ചത് തകാസ്റ്റെ എന്ന പട്ടണത്തിലെ പട്രീഷ്യസ് എന്ന ഒരു വിജാതീയനെയാണ്. അവർക്ക് അഗസ്റ്റിൻ, നവീജിയസ് എന്ന 2 ആൺമക്കളുണ്ടായി. മോനിക്ക
തന്റെ സന്മാതൃകയും സ്നേഹവായ്പും വഴി ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. ഭർത്താവ് കോപിഷ്ഠനായിരുന്നു എങ്കിലും മോനിക്ക സഹിക്കയല്ലാതെ അദ്ദേഹത്തോട് കോപിച്ചിട്ടില്ല. തന്റെ ക്ഷമ വഴി ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഭർത്താവിനെ ആനയിക്കാൻ മോനിക്കയ്ക്ക് സാധിച്ചു. 370 പട്രീഷ്യസ് സ്നാനം സ്വീകരിച്ചു. 371 മരിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ അന്ന് കാർത്തേജിൽ പഠിക്കുകയായിരുന്നു. 373 അവിടെ വെച്ച് അദ്ദേഹം മനിക്കേയൻ പാഷണ്ഡത ആശ്ലേഷിച്ചു. അന്നു മുതൽ മകന്റെ സ്നാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു മോനിക്കയുടെ തൊഴിലെന്ന് പറയാം. 387 മകൻ സ്നാനപ്പെട്ടതുവരെ അവളുടെ കണ്ണുനീര് തോർന്നിട്ടില്ല. പല വൈദികരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും ഉപദേശിപ്പിച്ചു. മനിക്കേയൻ പാഷണ്ഡതയിൽ നിന്ന് മാനസാന്തരപ്പെട്ട ഒരു മെത്രാൻ അവളോട് പറഞ്ഞു, നീ ചെയ്യുന്നത് പോലെ തുടരുക. ഇത്രയേറെ കണ്ണുനീരിന്റെ മകൻ നശിക്കുക അസാധ്യമാണ്. അക്കാലത്ത് അഗസ്റ്റിൻ പ്രഭാഷണ കല പഠിക്കാൻ റോമായിലേക്ക് പോകാൻ തുടങ്ങി. മാനസാന്തരം നീളുമെന്ന് കണ്ട് മോനിക്ക തടഞ്ഞു. വിശുദ്ധ സപ്രിയന്റെ കബറിടത്തിനരികെ ആ യാത്ര തടയാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഗസ്റ്റിൻ ഒളിച്ച് റോമായിലേക്ക് പോയി. റോമിൽ നിന്ന് ഉപരിപഠനാർത്ഥം അഗസ്റ്റിൻ മലിലായിലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം വിശുദ്ധ അംബ്രോസിന്റെ നിരവധി പ്രസംഗങ്ങൾ കേട്ടു. മനിക്കേയിസം അഗസ്റ്റിൻ ഉപേക്ഷിച്ചു. പിന്നെയും കുറെ നാൾ കൂടി മോനിക്ക കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ടി വന്നു. മോനിക്ക മിലാവിനിൽ നിന്ന് വിശുദ്ധ അംബ്രോസിയസിന്റെ ഉപദേശപ്രകാരം ജീവിച്ചു. അവസാനം 387 ഉയർപ്പ് തിരുനാൾ ദിവസം അഗസ്റ്റിൻ സ്നാനം സ്വീകരിച്ചു. കൂടെ അദ്ദേഹത്തിന്റെ കുറെ സ്നേഹിതന്മാരും. അവരെയെല്ലാം മക്കളെ പോലെ മോനിക്ക ശുശ്രൂഷിച്ചു. എല്ലാവരും ആഫ്രിക്കയിലേക്ക് മടങ്ങി. അവിടെ വെച്ച് തന്റെ മരണം സമീപിക്കാറായിരിക്കുന്നു എന്ന് കണ്ട് മക്കളോട് ഇങ്ങനെ പറഞ്ഞു, ഈ ശരീരം നിങ്ങൾ എവിടെയെങ്കിലും സംസ്കരിച്ചു കൊള്ളുക. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ എവിടെ ആയിരുന്നാലും ബലിപീഠത്തിങ്കൽ എന്നെ അനുസ്മരിക്കുവിൻ. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം 9 ദിവസത്തെ അതിദാരുണമായ അസുഖങ്ങൾക്ക് ശേഷം 56-ാമത്തെ വയസ്സിൽ മോനിക്ക കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.